അലീന ഇങ്ങ വന്നേ, അലീന ഇങ്ങ വന്നേ. റോസിന് നല്ലൊരു പ്രാങ്ക് കൊടുക്കണം, എന്തൊരു ഐഡിയ ഉണ്ടോ? നിനക്ക് റോസുമായിട്ട് ഒരു ഇതും ഇല്ല, ഒരു ബന്ധവും ഇല്ല, പിന്നെ എന്ത് പ്രാങ്കാണ് നീ കൊടുക്കാൻ പോണേ? എന്തേലും പ്രാങ്ക് കൊടുക്കണം, അത് കാര്യത്തിനാണ്. പ്രാങ്ക് കൊടുത്തേ പറ്റൂ, മസ്റ്റാണ്. ഐഡിയ എടുക്കാ സൂര്യ. മിനിറ്റിന് തന്തേ മാറ്റി പറയുന്നവനാണ് അവൻ. ഇന്ന് ചന്ദ്രൻ നാളെ വേറെ ആളെന്ന് പറയുന്നവനാണ്. അവന്റെ അടുത്ത് ഇനി ഐഡിയയും കൂടെ ചോദിക്കാത്തിന്റെ കുറവുള്ളു. അലീനയുടെ മനസ്സിൽ എന്തേലും എന്തേലും ഒരു പ്രാങ്ക് പറഞ്ഞാലേ, എന്തേലും ഒരു പ്രാങ്ക്. കണ്ണാപ്പിക്ക് ഇഷ്ടമെന്ന് പറയട്ടെ. അയ്യോ, ഫ്രഷ് പ്രാങ്ക്. എന്റെ അലീന അങ്ങനെ ഒന്ന് ദൈവത്തെ ഓർത്തോലും പറയല്ലേ. மாமா உங்க ஸ்டொமக்ல ஒரு குழந்தை வளருதுன்னு சொல்லுங்க. இன்டர் காரணம்னு சொல்லுங்க ரோசியா. എടാ അങ്ങനെ ഒരു കുഴന്തയെ കൊണ്ടുവരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താണ് വെള്ള കളറുള്ള ഒരു കുഴന്ത, ഇനിയിപ്പോ എന്താണ്? ഇപ്പൊ പച്ചതല മുടിയുള്ള ഒരു കുഴന്ത. ചന്ദ്രനൊരു കുഴന്ത ജനിക്കുമോന്ന് ഒരു സംശയമാണ് എനിക്ക്. ജനിക്കുകയും ചെയ്യല്ലോ ചന്ദ്രൻ, ജനിക്കുമോന്ന്. പിന്നെ വാടകയ്ക്ക് വാങ്ങിച്ചോലെ, വാടകയ്ക്ക് ഇത് മേടിക്കല്ലോ, തേപ്പൊട്ടി വാങ്ങിക്കല്ലോ, അതേപോലെ ജനിച്ചവനാണ് ഇവൻ. എന്നിട്ടാണ് ബാക്കി പറയുന്നത്. എനിക്ക് മോമ്പൂടി വെച്ചൊരു കുഞ്ഞനും ജനിക്കും, കുഞ്ഞുപോലും ജനിക്കാതെ ചന്ദ്രന്റെ അടുത്താണ് കിടന്ന് പറയുന്നത്. ഇന്നാണെന്ന് പ്രാങ്ക് പോലും ചോദിക്കാൻ പാടില്ലായിരുന്നു. മുടിഞ്ഞു പറല ഇത് പറല പ്ലീസ് അലീന ചേച്ചി. അലീന പറ. ഇതിനെ കുറിച്ച് അധികം സംസാരം വേണ്ട. ഇത് ശരിക്കുള്ള സൂര്യ പോയി ഒറ്റ ഒന്നും ചെയ്യട്ടെ. ഇത് ശരിക്കുള്ള റിയൽ പ്രാങ്കാ. കാരണം ചലഞ്ചാണ്, ചലഞ്ചാണിത്. ഞാൻ വിളിക്കാം. ബോബോ ഇപ്പൊ വരും. ബോബോ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ വരും. അലീന ഇങ്ങോട്ട് വന്നേ. കോണ്ടാക്ട് ചെയ്യാൻ നമ്പര് കുഴപ്പമില്ല. നമ്പര് അത്യാവശ്യത്തിനൊക്കെ നമ്പരാ നല്ലത്. ആവശ്യത്തിന് വിളിക്കാൻ നമ്പര് വേണ്ടേ? കിട്ടിയാ? അലീനയുടെ ഫോണാണോ? ഞാൻ അലീനെ പറ്റിക്കുന്നതാണ്. ഹലോ മിസ്റ്റർ എക്സ് ആയിരുന്നേ? ഹലോ പറഞ്ഞോ. എന്റെ മോന് ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. അവന്റെ മാമനാണ് മെയിൻ ആള്. അവനാണ് ഇപ്പൊ നോക്കി നടത്തുന്നത്. മാമനില്ലാത്ത അവനും ഞാനും ഒക്കെയാണ് നോക്കി നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പമ്പ് ഉള്ളതുകൊണ്ട് എന്തോ എക്സിന്ന് എന്തോ വീഡിയോ കോണ്ടാക്ട് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞായിരുന്നു. എന്താണ് റീസൺ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമായിരുന്നു. പക്ഷെ മീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേര് സൂര്യബോസ് എന്നാണ്. സൂര്യബോസ് എന്നാണ്. നമ്മള് ഒരു ലൊക്കേഷൻ തരാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. നമുക്ക് ഈ പ്രാങ്ക് നേരെ അലീനയ്ക്ക് കേൾക്കാം. റോസിന് കൊടുക്കുന്നതിൽ ബെസ്റ്റ് ആയിട്ട് അലീനയ്ക്ക് കൊടുക്കാം. വെയിറ്റ് നമുക്ക് അതിനും ഒരു പ്രാങ്ക് പരിപാടി ഉണ്ട്. മാഫിയ നീ വിചാരിക്കുമ്പോ കാറ്റായും മഴയായി ഞാൻ ഇപ്പൊ ഒരു മഴയായിട്ടൊന്ന് വിചാരിച്ചു. ഒരു എവിടാണ്? ഞാനിപ്പോ ഒന്ന് മുതുകില് മുതുക്കിണ്ടല്ലോ. ഞാൻ നിന്നെ നോക്കിയില്ല. മണി ടർഫിലെത്തി. തിരിച്ച് അവിടെ നിൽക്കണ്ട. നീ ഒരു മണി ടർഫിന്റെ കസിന് മറ്റേ മെയിൻ ഫ്രണ്ടില്ലേ? ഇപ്പൊ നിനക്ക് ചന്ദ്രന്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു സ്റ്റേജ് ആയിട്ട് ഞാനത് പറയുന്നില്ല. നീ മണി ടർഫിന്റെ ഫ്രണ്ടിൽ വാ. മഴയായി
ഇവിടെ ഉണ്ടോ ശല്യം? സമാധാനം സംഭവം ഇത്രേ ഉള്ളു. ഒരു ചാലഞ്ച് ആണ്. അലീനയ്ക്ക് ഒരു പ്രാങ്ക് കൊടുക്കണം. മുട്ട പ്രാങ്ക്. ഒരു പ്രാങ്ക് കൊടുക്കാനുള്ള ചാലഞ്ച് ചെയ്ത്. അപ്പൊ പ്രാങ്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ എക്സിനെ വിളിച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മളൊന്ന് മിസ്റ്റർ എക്സ് ആയിട്ട് ഒരുങ്ങി ലൊക്കേഷൻ ഇതാക്കിട്ട് മനസ്സിലായോ? ആ പ്രാങ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലീനിപ്പം വിശ്വസിച്ചേക്കുവാണ് ഞാൻ മിസ്ട്രസ് ആന്നുള്ള രീതിയിൽ, മനസ്സിലായോ? ഓക്കെ. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മളെ പറ്റി കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അവസാനം ഒരു നല്ലെന്നുള്ള രീതിയിലേക്ക് പറയാം. സക്കനെ വിളി. ഞാൻ ഡ്രസ് മാറട്ടെ. ആ ഓക്കെ, ഞാൻ സംസാരിക്കാണേ. സൗണ്ട് മാറ്റി. എടാ ഞാൻ പറയട്ടെ, 9394 വരാൻ പറയാമേ. അതെങ്ങനെയുണ്ട്? ഹലോ നീ 9394 പോയി അവരെ പിക്ക് ചെയ്തോണ്ട് പറഞ്ഞല്ലോ. ആ ശരി ശരി. ഓക്കെ, വിളിക്കാം. എനിക്ക് ഇറിറ്റേഷൻ ആവുന്നേ. ഹലോ. ഓക്കെ, ശബ്ദം വെച്ച് മാറിയില്ല ഇപ്പം വേണ്ടി. ഹലോ, പറഞ്ഞോ. 9394 പറഞ്ഞേ. 9394. ഓ 9394. ഓക്കെ. ഇപ്പല്ലേ ഇപ്പൊ പറഞ്ഞു. അവിടെ വന്ന ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ വന്ന് പിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. എടാ എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നുമല്ല. എടാ സംഭവം എന്ന് വെച്ചാ നമ്മള് ഇവിടെ വെച്ച് അലീനെ എടുത്ത് പറയുന്നില്ലേ നമ്മളാന്ന്, മനസ്സിലായ? അലീന പോയി കഴിഞ്ഞിട്ട് അലീനെ വിളിച്ചിട്ട് പറയാം പ്രാങ്ക് റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം, മനസ്സിലായ? ഇത് ഇതില് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണ്ട, നിങ്ങൾ 3 പേര് സംസാരിക്കണ്ട, തൂക്കും. ഞാൻ മാത്രം സംസാരിച്ച് പെട്ടെന്ന് ഈ കാര്യം ഡീൽ ചെയ്ത് വിടാം. ഓക്കെ. ഹലോ, കാര്യം എന്തായിരുന്നു? കേക്കുന്നില്ല, ഷൗട്ട് ഇടൂ. ഇപ്പൊ കേക്കാവോ? ഓക്കെ. പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പൊ രായൻ എന്ന് പറഞ്ഞ ആളുടെ പമ്പാണ്. ആളിപ്പോ സിറ്റിയിൽ ഇല്ലാത്തോണ്ട് സൂര്യയുടെ പേരിലും എന്റെ പേരിലും ഒക്കെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. അപ്പോ ഇവ 40 ടൈംസ് ട്രക്ക് ഓടിയിട്ടുണ്ട്. അപ്പൊ സൂര്യയുടെ പേര് മാത്രം. അപ്പൊ അതുകൊണ്ട് അത് ഡൗട്ട് എടുത്താണെന്ന് തോന്നുന്നു. നീ സൊല്ലു. ഹലോ, PL ഇഷ്യൂ ഉണ്ടെന്ന് കറക്റ്റ് കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയോ? ഹലോ കേക്കാവോ? ഹലോ. ഓക്കെ, കാര്യം ഒന്നുകൂടെ പറയോ? ഹലോ. എടാ സംസാരിക്കില്ലേ, പിടിക്കടാ. ഹലോ കേക്കാവോ? ഹലോ. പറഞ്ഞോളൂ, കാര്യം പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അവന്റെ പേരിൽ മാത്രം തന്നെ ഒരു 32 മീൻസ് ട്രക്ക് അത് ഓടിയിട്ടുണ്ട്. മീൻസ് അവൻ അത്രയും പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് എനിക്ക് എന്താ റീസൺ കറക്റ്റ് ഉള്ളത് എനിക്ക് അറിയില്ല. മിസ്റ്റർ എക്സ് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് കാര്യം എന്നുള്ളത് അറിയാനായിട്ടാ. ഇപ്പൊ കറന്റ്ലി നമുക്ക് പമ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ കറന്റ്ലി ഇപ്പൊ ഇല്ല.
അപ്പം കുറെ പേരുടെ പമ്പ് ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് വരുമ്പോഴത്തേക്ക് നമ്മളെ അറിയിക്കാം. ഓക്കെ 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 വേറെന്തെങ്കിലും ഉണ്ടായിരുന്നു? വേറൊന്നുമില്ല. ഇത് റീസൺ എന്താന്ന് അറിയത്തില്ലായിരുന്നു, അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ പമ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം സൂൺ ഇത് വരുന്നതായിരിക്കും. അപ്പം വരുമ്പം എന്തായാലും അറിയിക്കാം. അനൗൺസ്മെന്റ് വരും. ചെക്ക് ചെയ്താൽ. ഓക്കെ സർ. ഓക്കെ താങ്ക് യു. ഓക്കെ. നമ്മടാ പൊളിസോ ദൈവമേ. സെൽവിൻ ഹലോ വണ്ടി എല്ലാവരും വാ. സക്സസ്ഫുൾ. പക്ഷെ നിന്റെ ഒരു ഇടയ്ക്കാ കൊച്ചിറക്കന്റെ അടുത്ത് ആയോണ്ട് നിന്റെ ശബ്ദം പിടിച്ചില്ല. ഇല്ല എന്നെ തൂക്കി എറിഞ്ഞാണ് നിന്റെ ശബ്ദം. ആണല്ലേ? ഞാൻ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു വാ തുറന്ന അവനെ ഞാൻ വിത്തോട്ട് വാ എന്ന് പറഞ്ഞ ഇനി അനീനെ വിളിച്ചൊരു പ്രാങ്ക് ഉണ്ട്. വെയിറ്റ് ബ്രോ, പ്രാങ്ക് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ പോണേ. എന്താ നമ്മുടെ പ്രാങ്ക് എന്ന് പറയുന്നത്? എന്താ യോക്കോ ഗെയിമിംഗ് എന്നല്ലേ പുള്ളിയുടെ പേര്? ഹലോ അലീന, എവിടെ? ഞങ്ങള് കുറച്ച് ദൂരെയാ. നമ്മള് മറ്റേ മിസ്റ്റർ എക്സിനെ കാണാൻ വന്നേ. കുറച്ച് ദൂരെ. അല്ല ചോദിച്ചാ പ്രാങ്ക് സെറ്റ് ആക്കണ്ടേ? സെറ്റ് ആക്കണം. അല്ല സെറ്റ് ആയത്, ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞു. വിളിച്ചാ മതി. അല്ല അത് ഓൾറെഡി സെറ്റ് ആയത് കഴിഞ്ഞു. അതല്ലേ ഇപ്പൊ അലീനക്ക് തന്നത്. അപ്പൊ ശരി. അപ്പൊ മിസ്റ്റർ എക്സും ദൈവമൊക്കെ നമ്മള് തന്നെ സിറ്റിയിൽ ഇനി. ഇത് മിസ്റ്റർ എക്സ് അല്ലേ? ഇത് മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. മനസ്സിലായടാ. അളിയാ പ്രാങ്ക് സക്സസ്ഫുൾ അളിയാ. അത്ര ഉള്ളയാ പ്രൊഫഷണൽ. ഇനി ഒരു 70 കൊണ്ടൊരു ഡീലുണ്ട്. ആര് നമ്മുടെ ലീഡർ സക്കീർ അല്ലേ? ഞാൻ പറഞ്ഞു സക്കീറെ വാ തുറന്ന് ഞാൻ TV അടിച്ച് വായിക്കാത്ത പറ്റുമെന്ന് പറഞ്ഞു. പിണ്ടിയിട്ടില്ല സക്കീർ. ഒരു അക്ഷരം പോലെ റോസ് പിണ്ടിയായിരുന്നു. അവിടെ തീർന്നു, കഥ തീർന്നു അവിടെ. എൻഡ്. പിന്നെ നമുക്ക് അതൊക്കെ പിടികൊടുക്കാം. റോസ നീ ഇങ്ങനെയൊക്കെ ശബ്ദം മാറ്റി എന്നാലും എന്നെ പിടിക്കും ആൾക്കാര്. അതെങ്ങനെ ലോകത്തൊരാൾ വിളിക്കാനില്ലാത്ത സ്ലാങ് അല്ലേ നിനക്ക്?